ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കെണികളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം വഴുതി പോന്നിരിക്കുന്ന വചനത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചു വരുന്നത്. ദാവീദ് കെണിയിൽ വീണതിനെക്കുറിച്ചാണ് നാം മുൻപ് ഒരവസരത്തിൽ ചിന്തിച്ചത്. ദാവീദ് സാത്താൻ്റെ കെണിയിൽ വീണു. ദാവീദ് പാപത്തിൻ്റെ കെണിയിൽ വീണു. ദാവീദ് അലസതയിലാണ് അവൻ്റെ പാപം തുടങ്ങുന്നത്. പിശാചിൻ്റെ കെണിയിൽ വീണത് അലസതയിലാണ്. എന്നാൽ പിന്നീടത് നോട്ടത്തിലേക്ക് വ്യാപിച്ചു. നോട്ടത്തിൽ കൂടി അശുദ്ധി. ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് നോക്കിക്കൊണ്ട് നിന്നു. വേറെ ആരും അറിയുന്നില്ലല്ലോ, വേറെ ആരും കാണുന്നില്ലല്ലോ. ദാവീദ് ഒരു ലജ്ജയും കൂടാതെ ദാവീദ് നോക്കിക്കൊണ്ടിരുന്നു. ദാവീദിൻ്റെ തലമേൽ അഭിഷേക തൈലം വീണതാണല്ലോ. ദാവീദിൻ്റെ തലമേൽ ശമൂവേൽ പ്രവാചകൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് അഭിഷേക തൈലം വീണതാണല്ലോ. അഭിഷിക്തൻ്റെ കണ്ണുകൾ പരിശുദ്ധമായിരിക്കേണ്ടതല്ലേ? ദൈവത്തിൻ്റെ വ്രതസ്ഥൻ്റെ കണ്ണുകൾ പരിശുദ്ധമായിരിക്കേണ്ടതല്ലേ? ഓരോ അവയവും, കണ്ണുകൾ മാത്രമല്ല ഓരോ അവയവും അല്ലേ? ദാവീദ് അങ്ങനെ നോക്കരുതായിരുന്നു. മോഹത്തോട് നോക്കാൻ പാടില്ലായിരുന്നു. യേശുദമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്നവൻ അവളുമായി ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞങ്ങൾ പറയുന്നു. മോഹത്തോടുകൂടി നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങളുടെ നോട്ടം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. തികഞ്ഞവനൊന്നുമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ തികഞ്ഞവനല്ല. പക്ഷേ ഇന്നെനിക്ക് നല്ല പ്രായമായല്ലോ, നല്ല വാർദ്ധക്യമായല്ലോ. പക്ഷേ ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞു പോകുന്നതാണ്. എനിക്കൊരു നിഷ്ഠയുണ്ടായിരുന്നു, നല്ല നിഷ്ഠയുണ്ടായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് കൊടുത്തതിന് ശേഷം ഭാഗ്യവശാൽ നിഷ്ഠയോടുകൂടി തന്നെയാണ് ജീവിച്ചത്. അതിനു മുൻപും അരുതായികളിലേക്കൊന്നും പോയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുന്നത് നിങ്ങൾ ചിലരെങ്കിലും ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യവശാൽ ചീത്ത കൂട്ടുകെട്ടൊന്നും എനിക്കുണ്ടായില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതിനുള്ള ചുറ്റുപാടല്ലായിരുന്നു. ആകെ ഉള്ളു തകർന്ന് കരഞ്ഞ് വലഞ്ഞ് മനുഷ്യൻ എന്ത് ചിന്തിക്കാനാണ്, എന്ത് പാവത്തിലേക്ക് പോകാനാണ്? ഹൃദയം നിരാശ കൊണ്ട് വലഞ്ഞ മനുഷ്യൻ, അനാഥനായിപ്പോയ തളർന്നു പോയൊരു മനുഷ്യൻ, ജീവിതം വഴിമുട്ടിപ്പോയൊരു മനുഷ്യൻ എന്ത് ചിന്തിക്കാനാണ്? എന്ത് പാപം ചെയ്യാനാണ്? എന്ത് കൂട്ടുകെട്ടാണ്? കൂട്ടുകെട്ടിനൊന്നൊരു സാധ്യത ഉണ്ടായിരുന്നില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ നല്ല നിഷ്ഠയോടെ തന്നെ എൻ്റെ അമ്മ എന്നെ വളർത്തി. നല്ല നിഷ്ഠയോടെ, നല്ല കനപ്പിച്ച ഗൗരവത്തോടെ തന്നെ അമ്മ എന്നെ വളർത്തി. വളരെ കർക്കശമായി എന്നെ വളർത്തി, വളരെ കർശനമായി എന്നെ നിർത്തി. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴെല്ലാം എൻ്റെ അമ്മ എന്ന് വളർത്തിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണു നിറയും. ദൈവത്തിന് സ്തോത്രം. അനാഥനായിരുന്ന ഒരു ബാല്യക്കാരൻ, അനാഥമായിരുന്ന ഒരു ബാല്യകാലം, അനാഥമായിരുന്ന ഒരു യൗവനത്തിൻ്റെ ആരംഭം. പക്ഷേ ആ ദുഃഖതപ്തമായ സമയത്ത് യേശു ക്രിസ്തുവുമായി കണ്ടുമുട്ടി. വഴിയോരത്ത് യേശു എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വഴിയോരത്ത് യേശു എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. യേശു എന്നെ കാത്തു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. വചനത്തിൽ കൂടി യേശുവിനോട് ഇടപെട്ടപ്പോൾ, വചനത്തിൽ കൂടി യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ അത് യേശുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഏതോ ഒരു അദമ്യമായ ശക്തി വന്ന് എന്നെ ആവേശിച്ച് എൻ്റെ ഹൃദയം ക്രിസ്തുവിന് സമർപ്പിക്കാനൊരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. യേശു ക്രിസ്തു ഇവിടെ ഈ പ്രാർത്ഥനാ ഹാളിൽ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ, നിങ്ങളുടെ അഗതിത്വം മാറ്റാൻ, നിങ്ങളുടെ അനാഥത്വം മാറ്റാൻ, നല്ല ഭാവി നിങ്ങൾക്ക് തരാൻ, ശോഭനമായ ഭാവിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ, നിങ്ങളെ വളർത്താൻ, നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ ഉദ്ധരിക്കാൻ, നിങ്ങൾക്ക് അനുഗ്രഹം പകരാൻ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വഴിയോരത്ത് കാത്തു നിന്ന കർത്താവായ യേശു ക്രിസ്തു
ചാടിപ്പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഭാവനയാണ്, അല്ലാതെ ചാടിപ്പിടിച്ചു എന്ന് പറഞ്ഞതൊക്കെ അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷേ ചാടിപ്പിടിച്ചു. യേശുവിന് വേണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ ഇരുന്നത്, കാരണം യേശുവിൻ്റെ അകത്തുണ്ടെന്ന് എൻ്റെ വിചാരം. ഞാനൊരു വലിയ പരീശനായിരുന്നു, വലിയ നീതിമാനാണെന്ന് ധരിച്ച, പ്രകടമായി പാവമില്ലല്ലോ, ഞാൻ നല്ല ഭക്തനാണെന്നായിരുന്നു എൻ്റെ ധാരണ. ശരിയാണ്, 2 നേരം നമസ്കാരമുണ്ട്, പള്ളി ആരാധനയുണ്ട്, നോമ്പുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്, വളരെ ചിട്ടപ്പെട്ട പ്രാർത്ഥനയുണ്ട്. പറയത്തക്ക പ്രകടമായി പാവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് എല്ലാം ഓൾ റൈറ്റ് ആണെന്ന് ധരിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അന്ന് യേശു ചാടിപ്പിടിക്കാൻ കാരണം കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് കുറ്റബോധം തന്നു വചനത്തിൽ കൂടെ. ഞാൻ ധരിച്ചതുപോലല്ലോ എൻ്റെ അവസ്ഥ. എൻ്റെ അകം ചീഞ്ഞിരിക്കുന്നല്ലോ, എൻ്റെ അകത്ത് ദുർഗന്ധമുണ്ടല്ലോ, ചീത്ത ചിന്തകളുണ്ടല്ലോ. പ്രവൃത്തിയിലേക്ക് വന്നില്ലെങ്കിലും അകത്ത് ചീത്ത ചിന്തയുണ്ടല്ലോ, അകത്ത് ചീത്ത മോഹമുണ്ടല്ലോ, അകത്ത് അഴുക്ക് വികാരമുണ്ടല്ലോ, അകത്ത് വൈരാഗ്യമുണ്ടല്ലോ, അകത്ത് മ്ലേച്ഛമായ അരുതായികകളുണ്ടല്ലോ, ഹൃദയത്തിൽ നീരസവും കയ്പും വിദ്വേഷവും ഉണ്ടല്ലോ, മുഷിച്ചിലും ഇഷ്ടക്കുറവുമുണ്ടല്ലോ, കോപാക്രാന്തമായ പെരുമാറ്റമുണ്ടല്ലോ, കോപാക്രാന്തമായ ആ ഹൃദയത്തിൻ്റെ കോപം ജ്വലിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ഇതെല്ലാം കാണാൻ കർത്താവ് കണ്ണു തുറന്നു തന്നു. അകം ചീഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലുള്ള ചിലരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടാകും, അകം ചീഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അകം ചീഞ്ഞിരിക്കുന്നെങ്കിലും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യേശു വന്നിട്ടുണ്ട്. അകത്ത് ദുർഗന്ധം മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. യേശു നിങ്ങളെ തേടിയാണ് വന്നത്. മോളെ, നിന്നെ ഒരാളെ തേടിയാണ് യേശു എന്ന് വന്നത്. യൗവനക്കാരാ, നിന്നെ ഒരാളെ തേടിയാണ് യേശു എന്ന് വന്നത്. യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിന്നെ ഇന്ന് അനുഗ്രഹിക്കാൻ, നിൻ്റെ ഭാവി ശോഭനമാക്കാൻ, നല്ല കാലം നിനക്ക് തരാൻ, നിൻ്റെ ഭാവിയിൽ ശോഭനമായ നല്ല അഭിവൃദ്ധിയിലേക്കും ശ്രേഷ്ഠമായ ഉത്കർഷത്തിലേക്കും നിന്നെ ആനയിച്ചു കൊണ്ടുപോകാൻ യേശു വന്ന് നിൽക്കുകയാണ്. അവൻ നിന്നെ പിടിക്കാൻ കരം നീട്ടുന്നുണ്ട്. നീ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നീ ഇപ്പോൾ എൻ്റെ കർത്താവേ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവൻ നിന്നെ കയറി പിടിക്കും. അവൻ നിന്നെ നയിക്കാൻ തുടങ്ങും, നിന്നെ നടത്താൻ തുടങ്ങും. വിശുദ്ധിയുടെ പുതുപാതയിൽ കൂടി അവൻ നിന്നെ നയിക്കും. സ്നേഹത്തിൻ്റെ പാതയിൽ കൂടി അവൻ നിന്നെ നയിക്കും. ഇതുവരെ നീ സ്നേഹം എന്ന് വിചാരിച്ചതല്ല. സാക്ഷാൽ സ്നേഹം ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹമാണ്. സാക്ഷാൽ സ്നേഹം നിത്യജീവൻ തരുന്ന സ്നേഹമാണ്. സാക്ഷാൽ സ്നേഹം തന്നെ ത്യജിക്കുന്ന സ്നേഹമാണ്. സാക്ഷാൽ സ്നേഹം ക്രൂശിലെ സ്നേഹമാണ്. സാക്ഷാൽ സ്നേഹം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ തിരക്തത്തിൽ കൂടി ഒഴുകി വരുന്ന നിസ്തുല സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങളെ വശീകരിക്കും. ആ സ്നേഹം നിങ്ങളെ ഉയർത്തും. ആ സ്നേഹം നിങ്ങളെ വളർത്തും. ആ സ്നേഹം നിങ്ങളെ എല്ലാവരെയും പൊതിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് ഇന്ന് ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങളെ ആനയിക്കും. ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ സ്നേഹം? കർത്താവായ യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക് ക്രിസ്തു നിങ്ങളെ ആനയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ കൊടിക്കീഴ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ കൊടിക്കീഴ്, അതൊരു സുഖമാണ്. ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലിരിക്കുന്ന സുഖമാണ്. ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ തമ്പടിക്കുന്ന സുഖമാണ്. ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ദൈവമക്കളോട് ഒരുമിച്ചിരിക്കുന്ന സുഖമാണ്. ദൈവമക്കളുടെ കൂട്ടായ്മയിലിരിക്കുന്ന സുഖമാണ്. ദൈവമക്കളുമായി സംഭാഷണം ചെയ്യുന്ന സുഖമാണ്. അവരിൽ നിന്ന് കേൾക്കുന്നതും അവരോട് പറയുന്നതും സുഖമാണ്. സ്നേഹത്തിൻ്റെ കൊടിക്കീഴ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തുടർന്ന് വളരെ അരുതായികളിലേക്ക് നീങ്ങുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ വാസ്തവത്തിൽ പ്രയാസമുണ്ട്. ദാവീദ് മഹാപാപം ചെയ്തു. സ്വന്തം ഭൃത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ കൊട്ടാരത്തിലേക്ക് വരുത്തി ദാവീദ് മഹാപാപം ചെയ്തു. അധികം വൈകിയില്ല, ആ സ്ത്രീ ഗർഭിണിയാണെന്ന് ദാവീദ് അറിഞ്ഞു. ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം അത് ദാവീദിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട്, ദാവീദിൻ്റെ സ്വഭാവത്തിൻ്റെ സംശുദ്ധിയെ ബാധിക്കുമെന്ന് ലോകം അറിയും. സ്വഭാവം മോശമായി പോയെന്ന് ലോകം അറിയും. ദാവീദിൻ്റെ സൽപ്പേര് പോകും എന്നെല്ലാം ഓർത്തപ്പോൾ ദാവീദ് തന്ത്രങ്ങൾ മെനഞ്ഞു. ദാവീദ് ഭൃത്യനായ ഊരിയാവെ യുദ്ധസ്ഥലത്ത് നിന്ന് വരുത്തി ഭാര്യ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഊരിയാവ് പോയില്ല. പിറ്റേ ദിവസം മതിപ്പിച്ച് കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. ഊരിയാവ് പോയില്ല. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ തന്ത്രവും കുതന്ത്രവും മെനഞ്ഞു, കൗശലങ്ങൾ മെനഞ്ഞു. പക്ഷേ ദാവീദിൻ്റെ തന്ത്രങ്ങൾ ഫലിച്ചില്ല. പിന്നെ അടുത്തപടി ചെയ്തതാണ് അക്രമം. എന്നാൽ അങ്ങനെയാണെങ്കിൽ സ്വന്തം പേര് നിലനിർത്താൻ, സ്വന്തം സ്ഥാനവും മാനവും നിലനിർത്താൻ ഇനി എന്താ വേണ്ടത്? ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയെ ഭാര്യയാക്കാമല്ലോ. പിന്നെ ആരും ചീത്ത പറയില്ലല്ലോ, ആരും കുറ്റം പറയില്ലല്ലോ. ഊരിയാവിനെ കൊലയ്ക്ക് കൊടുക്കുക തന്നെ. ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തു.
ഊരിയാവ് വധിക്കപ്പെടാൻ തക്കവണ്ണം എല്ലാ കെണികളും ഒരുക്കി. ദാവീദ് പിശാചിൻ്റെ കെണിയിൽ ഒരു ആയുധമായി തീർന്നിരിക്കുകയാണ്. പിശാചിൻ്റെ കെണിയിൽ വീണതിന് ശേഷം ദാവീദ് തന്നെ കെണികൾ ഒരുക്കി ദാവീദ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ദാവീദ് വ്യഭിചാരം ചെയ്തു, ദാവീദ് മദ്യപാനം ചെയ്തു, ദാവീദ് മദ്യപാനം ചെയ്യിച്ചു, ദാവീദ് കൊലപാതകം ചെയ്യിച്ചു. അനേകം പാപങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വ്രതസ്ഥൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനുമേലൊന്നായി പാപങ്ങൾ വരികയാണ്. ഏറ്റവും ഭയാനകമായ കാര്യം, ഇത്രയേറെ പാപം വന്നിട്ടും ദൈവപുരുഷനായ ദാവീദിന് ഒരു കുറ്റബോധം വന്നില്ല. അതാണ് ഭയങ്കരം. 1 വർഷത്തോളം കുറ്റബോധമില്ലാതിരുന്നു. അത് അല്പം ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് പാപം വന്നു, പക്ഷേ പാപബോധം വരുന്നില്ലെങ്കിൽ കാര്യം ഗൗരവമാണ്. എനിക്ക് എൻ്റെ കർത്താവേ പാപം വന്നു പോയല്ലോ, ആ ഒരു വേദന നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, അയ്യോ വേണ്ടായിരുന്നല്ലോ, എനിക്ക് എന്തെങ്ങനെ പറ്റിപ്പോയി, ആ വേദന നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ കാര്യം വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. പാപബോധം കിട്ടുക. എന്തായിരിക്കും പാപബോധം കിട്ടാത്തത്? നിങ്ങൾ ചിന്തിക്കും, എന്താണ് പാപബോധം കിട്ടാത്തത്? പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പാപബോധം തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പാപബോധം തരത്തക്കവണ്ണം നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിൽക്കണം. പാപം വന്നു, എന്നാൽ പാപത്തെക്കുറിച്ച് ബോധം തരുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് പലരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ധരിക്കുന്നത് പോലല്ല. നിരന്തരം വചനം കേട്ടിട്ടും മനം തിരിയാതിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് മാറിപ്പോകും. വചനം കേട്ടു, ഇത് തെറ്റാണെന്ന് മനസ്സിലായത് പിന്നെയും ചെയ്തെങ്കിൽ പരിശുദ്ധാത്മാവ് മാറിപ്പോയിരിക്കുകയാണ്. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്, ഞാൻ ഈ പോകുന്ന തെറ്റായ വഴിയിൽ കൂടിയാണെന്ന്, എൻ്റെ ഈ ചിന്താഗതി തെറ്റാണ് എന്ന് നിരന്തരം വചനം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെയും പാപത്തിലേക്ക് പോകുന്നെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിനായ പാപം. പരിശുദ്ധാത്മാവ് തന്ന കുറ്റബോധം പിന്നെയും അത് മരവിപ്പിച്ച് കളയുകയാണ്. പാപബോധം വരണം. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോകാൻ സമ്മതിക്കരുത്. നിങ്ങൾ ചിന്തിക്കൂ, പരിശുദ്ധാത്മാവ് തന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് തന്ന നല്ല ഉപദേശങ്ങൾ അവഗണിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് തന്നതായ ചില വഴികൾ, ശരിയായ വഴി, ഗൈഡൻസ്, ശരിയായ വഴി കാണിച്ചു തന്നത് നിങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവ് മാറി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് വന്ന അനുസരണക്കേടുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വചനം അവിശ്വസിച്ച് പോയത്, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ ധിക്കരിച്ചു പോയത്, പരിശുദ്ധാത്മാവോട് മത്സരിച്ച് പോയത്, ഇതെല്ലാം നിങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കണം. ഇത് ഓരോന്നോരോന്ന് ഓർത്തിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ ഞാൻ നിരസിച്ച് കളഞ്ഞു. എനിക്ക് വന്ന ഐശ്വര്യത്തെ ഞാൻ തടുത്തു കളഞ്ഞു. എനിക്ക് വന്ന അനുഗ്രഹത്തെ ഞാൻ തടുത്തു കളഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ വേലയെ ഞാൻ തടുത്തു കളഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെ ഞാൻ തടുത്തു. കർത്താവേ, ഞാൻ പരിശുദ്ധാത്മാവിനെതിരായ ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ കർത്താവേ, എനിക്ക് കുറ്റബോധം കിട്ടിയിട്ടും പാപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടും പിന്നെയും ഞാൻ പാപത്തിലേക്ക് പോയി. എൻ്റെ നാഥ, എനിക്ക് മാപ്പ് തന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ നേരെ തിരിഞ്ഞു വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ മുഖം എൻ്റെ നേരെ തിരിയണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ നേരെ തിരിഞ്ഞ് എനിക്ക് ഇപ്പോൾ ഒരു തകർന്ന ഹൃദയം തരണമേ. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നിരസിക്കുന്നില്ല. തകർന്ന ഹൃദയം. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഉള്ളു തകരുക എന്നുള്ളത്. എപ്പോഴും തകർന്ന ഹൃദയം കിട്ടണമെങ്കിൽ എളിമ വരണം. താഴ്മ, എളിമ വരണം. ഞാൻ ഒന്നുമില്ല എന്നുള്ള ചിന്ത. എത്ര ആത്മീയമായി ജീവിച്ചാലും സത്യത്തിൽ ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ ഞാൻ പാപി എന്നുള്ള ചിന്ത. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാനതുകൊണ്ട് നീതിമാനെന്ന് വരികയില്ല, കുറ്റമറ്റൊന്ന് വരികയില്ല. ഏതെങ്കിലും കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കൊരു തെറ്റ് പറ്റിയില്ല. ഒരു കുറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ കുറ്റമറ്റൊന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. യാതൊരു കുറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ലെങ്കിലും ഞാനതുകൊണ്ട് കുറ്റമറ്റവനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാണ്. സ്വർഗത്തിലെ ദൈവമാണ് വിധിക്കുന്നത്. ദൈവം നോക്കുമ്പോൾ ഞാൻ പാപിയാണ്. ദൈവം നോക്കുമ്പോൾ എൻ്റെ മനോഭാവം പാപമാണ്. ഞാൻ എത്ര വിശുദ്ധനെന്ന് എനിക്ക് തോന്നിയാലും ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ എല്ലാം കറവരേണ്ട തുണി പോലെ ഇരിക്കുന്നു. വായിക്കാം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല.
എന്നെ വിധിക്കുന്നത് കർത്താവ് ആകുന്നു. വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരുന്നവരെയും സമയത്തിന് മുമ്പൊന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കുന്ന കർത്താവാണ്. ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചനകളിൽ പതിയിരിക്കുന്ന ദുഷ്ടതയും പാപവും ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പ്രിയനെ, നീ ഇപ്പോൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട്, എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നത് പോലെ തന്നെ എനിക്ക് എന്നെ ഒന്ന് കാണാൻ എൻ്റെ ഉൾക്കണ്ട് തുറക്കണമേ നിങ്ങളൊന്ന് പറയുമോ? യേശുവേ, നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ കാണാൻ എൻ്റെ ഹൃദയക്കണ്ണുകൾ തുറക്കണമേ. യേശുവേ, ഞാൻ കാണുന്നത് പോലെയല്ല, എനിക്ക് തോന്നുന്നത് പോലെയല്ല, എനിക്ക് ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല, മറ്റുള്ളവരെന്നെ കാണുന്നത് പോലെയല്ല. യേശുവേ, ഹൃദയം കാണുന്ന എൻ്റെ ദൈവമേ, നീ കാണുന്നത് പോലെ എനിക്ക് എന്നെ കാണാൻ, എൻ്റെ അവസ്ഥ കാണാൻ എൻ്റെ ഉള്ളം തുറക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു പാപിയാണ് എന്ന് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പാപികളിലേക്ക് ഒന്നാമനെന്ന്. അവസാനത്തെ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ പാപികളിലേക്കും പ്രധാനിയെന്ന്. ഏറ്റവും അവസാനത്തെ ലേഖനത്തിൽ ഞാൻ പാപികളിലേക്ക് ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. നോക്കൂ, വളർച്ച അങ്ങനെയാണ്. പാപബോധം കിട്ടുന്നു, തകർന്ന ഹൃദയം കിട്ടുന്നു. ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഞാൻ ലഭിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണത്? പിമ്പുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കൊരു ലാക്ക് കിട്ടിയോ? നിങ്ങൾ ഓട്ടം തുടങ്ങിയോ? നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല, നേട്ടങ്ങളൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല. ആകെ ഒരു നേട്ടം മാത്രം. അപ്പോസ്തലൻ പറഞ്ഞു, എന്താ നേട്ടം? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അതാണ് നേട്ടം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അതാണ് നേട്ടം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു, അതാണ് നേട്ടം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തി, അതാണ് എൻ്റെ അഭിമാനം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ പ്രശംസിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പ്രശംസിക്കുന്നു. എന്നെ യേശുവിന് സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിക്കുന്നു. ഞാൻ പാപം ചെയ്യുമ്പോൾ യേശുവിന് എന്നെ സ്നേഹമാണ്, അതുകൊണ്ടാണ് എനിക്ക് പാപബോധം തരുന്നത്. ഞാൻ പാപിയായിരിക്കുമ്പോൾ യേശു എന്നോട് സ്നേഹമാണ്, അതുകൊണ്ടാണ് യേശു എനിക്ക് തൻ്റെ വചനം തരുന്നത്, എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത്, ഹൃദയത്തെ മുറിക്കുന്നത്, ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്, പാപബോധം തരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ഉള്ളു മുറിയണം, വചനം കേൾക്കുമ്പോൾ ഉള്ളു തകരണം. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിന് തകർച്ച തരണമേ, എൻ്റെ ഹൃദയത്തിന് നുറുക്കം തരണമേ. നുറുങ്ങിയ ഹൃദയം, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ബ്രോക്കൺ ഹാർട്ട്, പെനിറ്റൻറ്റ് ഹാർട്ട്. വേദപുസ്തകം പറയും പെനിറ്റൻറ്റ് ഹാർട്ട്, അനുതാപമുള്ള മനസ്സ്, തകർന്ന ഹൃദയം. ഒരു ബ്രോക്കൺ ഹാർട്ടഡ്നെസ്, തകർന്ന ഹൃദയം. വാച്ച്മാൻ നീ എഴുതിയ ദ റിലീസ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആത്മാവിൻ്റെ വിടുതൽ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യാമായിരിക്കും. വാച്ച്മാൻ നീ എഴുതിയ മനോഹരമായൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ആ ഭക്തനായ ദേവദാസൻ പറഞ്ഞിരിക്കുകയാണ്, ആ തകർന്ന ഹൃദയമാണ് ഒരു മനുഷ്യൻ ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. തകർന്ന ഹൃദയം, എപ്പോഴും നുറുങ്ങിയൊരു ഹൃദയം. അവിടെ എളിമയുണ്ട്, അവിടെ താഴ്മയുണ്ട്, അവിടെ ഞാൻ ഒന്നുമില്ല എന്നുള്ള സമർപ്പണമുണ്ട്, എനിക്ക് കഴിവില്ല എന്നുള്ള സമർപ്പണമുണ്ട്. ദാവീദിന് കുറ്റബോധം കിട്ടിയില്ല. വലിയ മാരകമായ കാര്യമായിരുന്നു. പാപത്തിൻ്റെ കെണി എന്ന് പറയുന്നത് ഏറ്റവും മാരകമായ രീതിയിൽ ഒരു മനുഷ്യനെ വശീകരിക്കുന്നത് കുറ്റബോധം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് അനേകരിക്കുന്നല്ലോ. നിങ്ങളെന്ത് പറയും? നിങ്ങൾ കുറ്റബോധം വരാറുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ എണ്ണി എണ്ണി ഓർക്കാറുണ്ടോ? ഓരോ സമയത്ത് നിങ്ങൾ വീണുപോയ പാപങ്ങൾ, എൻ്റെ കർത്താവെ ഇത്രയേറെ പാപം വന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്തുതിക്കാറുണ്ടോ? ഇത്രയേറെ തിന്മകൾ എനിക്കുണ്ടായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അനർത്ഥങ്ങൾ വന്നു, എന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. ഇത്രയും ലജ്ജാകരമായ പാവങ്ങൾ കുടുങ്ങിപ്പോയി, എന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. എന്നെ വീണ്ടെടുക്കാൻ നിൻ്റെ തിരക്തം നീ ചിന്തിയല്ലോ. അതോർത്ത് നിങ്ങൾ സ്തുതിക്കാറുണ്ടോ?
ദൈവത്തിന് സ്തോത്രം. തകർന്ന ഹൃദയം, തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയം, ഒരു ഉള്ളു നുറുങ്ങി കരയുന്നൊരു ഹൃദയം, ഉള്ളു കരയുന്നു, എപ്പോഴും ഒരു താഴ്മ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശിക്കുന്നു നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരു കാലത്ത് വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും പറയുന്നയാൾ കരയുന്നു, കേൾക്കുന്നവർ കരയുന്നു. ഞാൻ പഴയ കാലങ്ങളൊക്കെ ഓർക്കുകയാണ്. എന്തായിരുന്നു ആകമാനം കണ്ണുനീര്. വരുന്നവർ ചിലർ നിരീക്ഷകരായി വന്നവർ പറഞ്ഞു, ഇതെന്തൊരു കരച്ചിലിൻ്റെ കൂട്ടായ്മ, എന്നെ കരച്ചിൽ എത്ര കരയാൻ എന്ന കാര്യം? കരയാൻ കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കരയാൻ കാര്യമുണ്ട്. ആത്മാവ് വ്യാപരിക്കുമ്പോൾ കരച്ചിലുണ്ടാകും. ആത്മാവ് വ്യാപരിക്കുമ്പോൾ നന്ദിയുണ്ടാകും, നന്ദിയുണ്ട് കരച്ചിലുണ്ടാകും. ആത്മാവ് വ്യാപരിക്കുമ്പോൾ സന്തോഷമുണ്ടാകും, സന്തോഷം കൊണ്ട് കരച്ചിലുണ്ടാകും. ആത്മാവ് വ്യാപരിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകും, കുറ്റബോധം കൊണ്ട് കരച്ചിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഓർക്കാൻ, കരയാൻ, അനുദവിക്കാൻ, ഏങ്ങലടിക്കാൻ വിഷയങ്ങളുണ്ടോ? ഒന്നുപോയ പാവങ്ങളെ ഓർത്ത് കരയാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റുകൾ സംഭവിച്ചവരില്ലേ? തിരുത്തിയെടുക്കാൻ വയ്യാത്ത തെറ്റുകൾ സംഭവിച്ചവരില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഞാൻ ഭയത്തോടെ പറയട്ടെ, ഗർഭഛിദ്രങ്ങൾ നടത്തിയവരില്ലേ? ശിശുവിനെ ഗർഭത്തിൽ വെച്ച് കൊന്നവരില്ലേ? നോക്കൂ. നിങ്ങൾ പണാപഹരണം നടത്തിയവരില്ലേ? വഞ്ചന നടത്തിയവരില്ലേ? ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള രൂപ മുഴുവൻ നിങ്ങളുടേതാണോ? നിങ്ങൾ മറ്റാരുടെയെങ്കിലും പൈസ നിങ്ങളുടെ കൈവശം വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടും അത് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ നിങ്ങളിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അധ്യാപകരെ മുറിപ്പെടുത്തിയതോ വേദനിപ്പിച്ചതോ നിങ്ങൾ ഓർത്ത് അനുദപിക്കുകയോ മാപ്പ് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവിശ്വസ്തരായി നിന്നത്, നിങ്ങൾ കാര്യക്ഷമതയില്ലാതെ പ്രവർത്തിച്ചത്, ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്തത്, നിങ്ങൾ അല്പം പോലും വിശ്വസ്തതയില്ലാതെ പ്രവർത്തിച്ചത്, അതെല്ലാം ഓർത്ത് നിങ്ങൾ കരയാറുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉള്ളത്തെ നോവിച്ചത്, വേദനിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് വിനയപ്പെടാതിരുന്നത്, ഭർത്താവിന് കീഴ്പ്പെടാതിരുന്നത്, ഭർത്താവിനെ വേദനിപ്പിച്ചത്, ആ മനുഷ്യൻ്റെ ഹൃദയം ദുഃഖിപ്പിച്ചത്, ഒട്ടുമില്ലാത്ത കാര്യം നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നിരൂപിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് സംശയിച്ച്, അദ്ദേഹത്തോട് കോപിച്ച്, അദ്ദേഹത്തോട് ക്രുദ്ധിച്ച്, അദ്ദേഹത്തെ വിട്ട് പിരിഞ്ഞ് മാറി നിന്നത് ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് കരയാറുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ നൊമ്പരപ്പെടുത്തിയത്, ആ സാധുവിനെ നിങ്ങൾ മർദ്ദിച്ചത്, നിങ്ങൾ മദ്യപിച്ച് ലക്കില്ലാതെ വന്ന സാധുവിനെ ക്രൂരമായി ചതച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ കോപാവേശം കൊണ്ട് എന്തെല്ലാമോ ചെയ്തു പോയത്, പറഞ്ഞു പോയത് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടോ? ക്രുദ്ധരായി നിങ്ങൾ കോപാവേശം കൊണ്ട് എന്തെല്ലാമോ ശാപവാക്കുകൾ പറഞ്ഞത്, ചീത്ത വാക്കുകൾ പറഞ്ഞത്, തെറി വാക്കുകൾ പറഞ്ഞത്, നിങ്ങൾ ചിലരെ ഉപദ്രവിച്ചത്, ചിലർക്ക് നഷ്ടം വരുത്തിയത്, കഷ്ടം വരുത്തിയത് എന്തെല്ലാം ഓർക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരാൾ മൂലം കുടുംബത്തിൽ കലക്കം ഉണ്ടായത്, അമ്മായിയമ്മ മരുമോളെ വേദനിപ്പിച്ചത്, ആ സാധു പെൺകുട്ടി കയറി വന്നപ്പോഴേക്കും അവളെ കഠിനമായി ഉപദ്രവിച്ചത്, അവളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത്, അമ്മായിയമ്മയെ വേദനിപ്പിച്ചത്, അമ്മായിയമ്മയെ ദുഃഖിപ്പിച്ചത് ഓർക്കൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ വകയില്ലേ? എന്തെല്ലാം. ഞാനത് വീണ്ടും പറയുന്നു. നിങ്ങളുടെ കയ്യിലുള്ള പൈസ കറയില്ലാത്തതാണോ? നിങ്ങളുടെ കയ്യിലുള്ള പൈസ കറയില്ലാത്തതാണോ? കറയില്ലാത്ത പൈസയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ചിന്തിക്കൂ, ഓർത്തോർത്ത് ദുഃഖിക്കൂ. സ്നേഹിതരെ, എന്നാൽ പാപബോധം കിട്ടുന്നതൊരു ഭാഗ്യമാണ്. പാപബോധം കിട്ടുന്നത് ഭാഗ്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും, ഹോസ്റ്റൽ റൂമിൽ നിങ്ങൾ താമസിച്ചപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ചെയ്ത ചില വൃത്തികേടുകൾ. ദൈവത്തിന് സ്തോത്രം. ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ അന്നുണ്ടായ ചില കാര്യങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. റാഗ് ചെയ്തത്, തന്മൂലം ചിലർ വേദനിച്ച് പൊളഞ്ഞത്, അവർ പേടിച്ച് വിറച്ച് അങ്ങ് എലിക്കുഞ്ഞ് വിറയ്ക്കുന്നത് പോലെ, പൂച്ചയെ കണ്ട എലിക്കുഞ്ഞ് വിറയ്ക്കുന്നത് പോലെ വിറച്ചുകൊണ്ട് നിന്നത്, അപ്പോൾ നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചത്, ഉപദ്രവിച്ചത്, കഠിനമായി ഏറ്റവും ഭീകരമായി മർദ്ദിച്ചത്, ഇതെല്ലാം നിങ്ങളുടെ മേൽ പാവമായി കിടക്കുകയല്ലേ? ഇതെല്ലാം ശാപമായി കിടക്കുകയല്ലേ? പാവബോധം വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാവീദിനൊരു വർഷത്തോളം പാവബോധമില്ലാതിരുന്നു. എന്നാൽ ഭാഗ്യം, ദാവീദിൻ്റെ അടിയിലേക്ക് ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. പ്രവാചകൻ ചെന്നു ദാവീദിനോട് സംസാരിച്ചു. പ്രവാചകൻ വന്ന് ദൈവത്തിൻ്റെ വചനം ദാവീദിന് കൊടുത്തപ്പോൾ ദാവീദിന് കുറ്റബോധമുണ്ടായി. വചനം കേൾക്കുമ്പോൾ കുറ്റബോധമുണ്ടായി.
വചനം കേൾക്കുമ്പോൾ ഉള്ളു തകർന്നു. ദാവീദ് സിംഹാസനത്തിന് താഴെ ഇരുന്നു. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി താഴെ മുട്ടിന്മേലിരുന്നു. ദാവീദ് ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. പ്രവാചകൻ ദാവീദിനോട് ദൈവത്തിൻ്റെ വചനം ശക്തമായി പറഞ്ഞപ്പോൾ, പ്രവാചകൻ്റെ നാവിൽ ദൈവം അരച്ചു കൊടുത്ത വചനം യാതൊരു ലാഞ്ചനയുമില്ലാതെ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഉള്ളു വിറച്ചുപോയി. ദാവീദ് താണു. രാജാവ് കൊട്ടാരത്തിൽ സിംഹാസനം താഴെ ഇരുന്നു. ദാവീദ് ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു അവസരത്തിൽ ആ കാര്യം പറയാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ ഇനി ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. കൂലിക്കാലൊരുത്തിനെ പോലെ ഇനി ആക്കണമേ. എനിക്ക് അവകാശമുള്ളത് തരണമെന്ന് പറഞ്ഞവൻ ഇപ്പോൾ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവകാശപ്പെട്ടത്, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറഞ്ഞവൻ ഇപ്പോൾ എന്നെ ആക്കണമേ, കൂലിക്കാലൊരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ മുമ്പിൽ നിന്ന് കെഞ്ചുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടി വരാം ക്രിസ്തുവിനെ കുരിശിൻ്റെ ചുവട്ടിൻ്റെ അടിയിലേക്ക്, കുരിശിൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് ഓടി വരാം. കുരിശിൽ കൂടി ഒലിച്ചിറങ്ങുന്ന ആ തിരക്തത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം. നാഥ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ സകല പാപങ്ങളും കഴുകുവാനും ക്ഷമിക്കുവാനും എന്നെ രൂപാന്തരപ്പെടുത്തുവാനും നാഥ നീ മതിയായവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പുരട്ടി എനിക്ക് മോചനം തരണമേ. എനിക്ക് സ്വർഗീയ മുദ്ര തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നെ അണിയിക്കണമേ. എൻ്റെ നാഥ സ്വർഗീയ പൗരത്വം തരണമേ. എന്നെ സ്വീകരിക്കണമേ. അവിടുന്ന് രണ്ടാമത്തെ വരവിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിൽപ്പാൻ ഈ നിസ്സാരനും ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.